അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഹറം ഇമാമ് കോഴിക്കോട് വന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച മുജാഹിദുകളെ അതേ കോഴിക്കോട് വെച്ച് തന്നെ ഹറം ഇമാമ് പറ്റിച്ചു. ഇമാമ് കൈകെട്ടിയത് സുന്നികൾ കൈകെട്ടുന്നത് പോലെ നെഞ്ചിൻ്റെയും പുക്കിളിൻ്റെയും ഇടയിലാണ്. ബാക്കിൽ നിന്ന മുജാഹിദുകൾ എവിടെ കെട്ടണമെന്നറിയാതെ പല കോലത്തിലാണ് കെട്ടിയത്. നമ്മൾ ഇന്നലെ കണ്ടു. പള്ളമ്മ വെച്ച കൈ എങ്ങനെയാ ചങ്ങാതിമാരെ നെഞ്ഞത്തെത്തിയത്? അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ? നിങ്ങൾ വായിച്ചു നോക്കി, നിങ്ങൾ പഠിച്ചു നോക്കി, നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ച് സംശയം തീർക്കി. അപ്പൊ ഇതൊക്കെ ഒരു ചെറിയ നിസാര കാര്യമല്ലേ എന്നാണ് മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നത്. കൈകെട്ടലൊക്കെ ഒരു നിസാര കാര്യമല്ലേ? തൗഹീദല്ലേ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കൈകെട്ടൽ അങ്ങനെ നിസാര കാര്യമാണോ? കൈകെട്ടല്, കുനൂത്ത്, വേറെന്തൊക്കെ കാര്യമുണ്ട് എന്ന് പറയും. വേറെ കാര്യങ്ങൾ അത് പറയുമ്പോ പറയണം. കുനൂത്തിന്റെ കാര്യം പറയുമ്പോ അത്, കൂട്ടപ്രാർത്ഥന്റെ കാര്യം പറയുമ്പോ അത്, തൗഹീദിന്റെ കാര്യം പറയുമ്പോ അത്, സക്കാത്തിന്റെ പറയുമ്പോ അത്. അങ്ങനെയല്ലേ വേണ്ടത്? അതാണ് അടുക്കും ചെട്ടിയുള്ള ഹൃദയം. എന്തെങ്കിലും എപ്പോഴെങ്കിലും വാരി വലിച്ച് വിളമ്പലാണോ? അല്ല. അപ്പോ ഇപ്പൊ പറയണത് കൈകെട്ടിന്റെ കാര്യമാണ്. ഇപ്പൊ പറയണത് കൈകെട്ടിന്റെ കാര്യമാണ്. പിടിച്ചു കെട്ടിക്കല്ല, പിന്നെയോ പറയാ അല്ലേ? എന്താ പറയുന്നത്? കൈകെട്ടലോ, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസത്തും മിൻ അഖ്ലാഖിൻ നുബുവ്വ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മൂന്നെണ്ണം. ഒന്ന് തഅജീലുൽ ഫിത്ർ, ബാങ്ക് കൊടുക്കാൻ സമയമായ ഉടനെ നോമ്പുറക്കുക. രണ്ട് തഖീറുസ് സഹൂർ, അത്താഴം വൈകിക്കുക. 5:15 സുബഹി, 4:45 ശേഷം 5 മണിക്ക് അത്താഴം കഴിക്കുക. 3 കൈകെട്ടുക നിസ്കാരത്തിൽ. അത് എല്ലാ അംബിയാ മുർസലുകളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഹറം ഇമാമ് മുജാഹിദുകളെ പറ്റിച്ചതിന് പകരമായിട്ട് മുജാഹിദുകൾ ഈ ഹറം ഇമാമിനെ കൂടെ പറ്റിച്ചു, തിരിച്ചും പറ്റിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇയാൾ ആദ്യം പങ്കെടുത്തത് KNM-ൻ്റെ പരിപാടിയിലാണ്. അത് കഴിഞ്ഞിട്ട് KNM-കാരുടെ വിശ്വാസപ്രകാരം മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന വിസ്റ്റം ജിന്നൂരികളുടെ പരിപാടിയിലേക്കാണ് ഇയാളെ നേരെ പറഞ്ഞയച്ചത്. ഇയാൾ പോയത് ജിന്നൂരികളുടെ പരിപാടിയിലാണ്. അപ്പോൾ KNM-ൻ്റെ വിശ്വാസപ്രകാരം ഈ ജിന്നൂരികൾ മുശ്രിക്കുകളാണ്. സുന്നികളെ സംബന്ധിച്ച് എന്താണോ എല്ലാ മുജാഹിദുകളും പറയുന്നത്, അതേ വിശ്വാസം പുലർത്തുന്ന ആളുകളാണ് ഇവർ. KNM-നെ സംബന്ധിച്ച് ജിന്നൂരികൾ. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ പരിപാടിയിലാണ് അടുത്തതായിട്ട് പങ്കെടുക്കുന്നത്. ഹറം ഇമാമിന് മലയാളം അറിയാത്തതും കേരളത്തിലെ വഹാബികളുടെ ഈ ശിർക്കാട്ടം അറിയാത്തതും കാലാവസ്ഥ ഇവർക്ക് അനുകൂലമാക്കി. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുകയാണ്. മർക്കസുദ്ദാവ എന്നൊരു പറയുന്ന വിഭാഗമുണ്ട്. അവർ ഈ ഇമാമിനെ ക്ഷണിക്കുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമുക്ക് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അറിയാൻ സാധിക്കും. അതിനു മുമ്പ് കാര്യം മനസ്സിലായ ഹറം ഇമാമ് ഹറമിലേക്ക് തന്നെ തടിയെടുക്കുമോ എന്നും കൂടെ നമുക്ക് നോക്കാം.